സോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. പുതിയൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കേട്ട് പരിചയമുള്ളതായിരിക്കും, പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടോപ്പിക്കായിരിക്കും. സീക്വൻസസ്. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞ് അതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്. സീക്വൻസസ് എന്താണ്, എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്കലി സീക്വൻസിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, പിന്നെ അത് കൺവേർട്ട് ചെയ്യുന്നുണ്ടോ, ഡൈവേർട്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്താണ് സീക്വൻസസ്, അത് ആദ്യം പറയുന്നു. പിന്നെ ലിമിറ്റ് ഓഫ് സീക്വൻസസ്. ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എടുക്കാൻ പോകുന്നത്. എനിക്ക് ഇതൊരു പുതിയൊരു ഐഡിയ ആയതുകൊണ്ട് എത്ര കണ്ട് നിങ്ങൾ അത് ആദ്യമായിട്ട് പഠിക്കുന്നതാണ്. ഈ സീക്വൻസ് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും പഠിക്കുന്നത്. ഇതിന് മുന്നേ ഈ സീക്വൻസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല. ലിമിറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും സീക്വൻസ് എന്താണെന്നും സീക്വൻസിൻ്റെ ലിമിറ്റ് എന്താണെന്നും നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു പുതിയൊരു ഐഡിയ ആണ്, പുതിയൊരു കോൺസെപ്റ്റാണ്. നമ്മൾ പരിമിതമായ വീഡിയോയിലുള്ള സമയം കൊണ്ട് ഞാൻ പരമാവധി പറയാൻ ശ്രമിക്കാം. പക്ഷേ അത് എത്ര കണ്ടും ഇഫക്റ്റീവ് ആകുമെന്നുള്ളത് എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. എനിവേ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സീക്വൻസസ് എന്താണെന്നും ലിമിറ്റ് ഓഫ് എ സീക്വൻസ് എന്താണെന്നും കൺവെർജൻസ് എന്താണെന്നും ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സീക്വൻസിൻ്റെ ഡെഫിനേഷനിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു എക്സാമ്പിൾ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഐഡിയ തരാൻ ശ്രമിക്കാം. നിങ്ങൾക്കറിയാം, ഇംഗ്ലീഷിൽ നമ്മുടെ 26 ആൽഫബറ്റ്സ് ആണുള്ളത്. ABCDEF അപ് ടു Z 26 ആൽഫബറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ ആൽഫബറ്റ് എന്ന് നമ്മൾ എന്താ കണക്കാക്കുന്നത്? A എന്നുള്ളതിനെയാണ് ആദ്യത്തെ. ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് A, സെക്കൻഡ് ആൽഫബറ്റ് ഈസ് B, തേർഡ് ആൽഫബറ്റ് ഈസ് C. അങ്ങനെ നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, അങ്ങനെ 26 വരെ നമുക്ക് ആൽഫബറ്റുകളുണ്ട്. നൗ നമ്മൾ സപ്പോസ് അപ്പം നമ്മൾ എന്താ ചെയ്തത്, ഈ ഇംഗ്ലീഷിൽ ആൽഫബറ്റുകൾ 26 പക്ഷെ നമ്മൾ അതിനൊരു പ്രത്യേക ഓർഡർ കൊടുക്കുകയാണ്. ആദ്യത്തെ ആൽഫബറ്റ് A ആണ്, അതായത് A1, ഫസ്റ്റ് ആൽഫബറ്റ് ഇസ് A. രണ്ടാമത്തെ ആൾ എന്താണ്? B, A2 ഈക്വൽ ടു B. തേർഡ് ആൽഫബറ്റ് ഇസ് C, A3 ഈക്വൽ ടു C, എക്സെട്ര A26 ഈക്വൽ ടു Z. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഇരിക്കുന്ന ആൽഫബറ്റുകളെല്ലാം തന്നെ ഒരു പ്രത്യേക ഓർഡറിലാക്കുകയാണ്. നമ്മൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ സോർട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആദ്യത്തെ ആൾ ഇന്ന ആളാണ്, രണ്ടാമത്തെ ആൾ ഇന്ന ആളാണ്, മൂന്നാമത്തെ ആൾ ഇന്ന ആളാണ്, അങ്ങനെ നമ്മൾ വേറെ തിരിച്ചപ്പോൾ ആദ്യത്തെ ആൾ A ആണ്. ഫസ്റ്റ് വൺ ഇസ് A, സെക്കൻഡ് വൺ ഇസ് B. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഓരോ ആൽഫബറ്റിനും ഓരോ നാച്ചുറൽ നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യണം. A എന്ന് പറയുന്ന 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറിനോട്, അതായത് ഫസ്റ്റ് A ഇസ് എ ഫസ്റ്റ് ആൽഫബറ്റ്. അപ്പോൾ A ഇസ് അസോസിയേറ്റഡ് വിത്ത് 1. B ഈസ് ദ സെക്കൻഡ് ആൽഫബറ്റ്, അതായത് വി ആർ അസോസിയേറ്റിംഗ് B വിത്ത് ദ നാച്ചുറൽ നമ്പർ 2. അതേപോലെ C എന്ന് പറയുന്നത് മൂന്നാമത്തെ ആൽഫബറ്റാണ്. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറുമായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ വി ആർ അസോസിയേറ്റിംഗ് B, രണ്ടാമത്തെ ആൽഫബറ്റ് B ആണ്. ബീനെ എന്തുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ്, എന്തുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണ്? 2 എന്നുള്ള നാച്ചുറൽ നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. A is associated to 1, second position is for B, third position is for C, etc. Z occupies the 26th position. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് എഴുതുക, ഒരു പ്രത്യേക ഓർഡറിൽ എഴുതുക എന്ന് വേഗമായിട്ട് പറയാം. ഒരു ഓർഡറിൽ നിൽക്കൂ, ഓർഡറിൽ എഴുതുക. ഒന്ന് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഏതെങ്കിലും ഒരു ഓർഡറിൽ നിൽക്കൂ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ സീക്വൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ്, ഒരു പ്രത്യേക ഓർഡർ ഉണ്ടാക്കുകയാണ്. ഇവിടുത്തെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ABCD എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് A എന്ന് ആദ്യത്തെ ആൽഫബറ്റ് A ആണെന്ന് പറയാൻ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഓർഡർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് A. എന്തുകൊണ്ട് ഫസ്റ്റ് ആൽഫബറ്റ് C ആയിക്കൂടാ? പക്ഷെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താണ്? ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് A. സോ ഐ ആം അസോസിയേറ്റിംഗ് A വിത്ത് ദ നാച്ചുറൽ നമ്പർ 1, B വിത്ത് ദ നാച്ചുറൽ നമ്പർ 2. അപ്പോൾ നമുക്കൊരു ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് കിട്ടുന്നു. അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റുകളെയാണ് വേഗമായിട്ട് പറഞ്ഞാൽ സീക്വൻസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഇതിനെ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് എ സീക്വൻസ്. ഐ എം റൈറ്റിംഗ് A1, A2, A3 എക്സെട്ര A26 എന്നായിരിക്കും ഈ സീക്വൻസിൻ്റെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. അല്ലെങ്കിൽ ഇതിനെ നമ്മൾ വേറെ തരത്തിൽ എഴുതും. സീക്വൻസ് AN വേർ N ഈക്വൽ ടു 1 to 26, വേർ FN ഈക്വൽ ടു AN. FN എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ AN സീക്വൻസ് AN ഈക്വൽ ടു 1 to 26 വേർ FN ഈക്വൽ ടു AN എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇല്ലെങ്കിലും നമുക്ക് ഇത് പറഞ്ഞത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നമ്മൾ എന്താ എഴുതിയിട്ടുള്ളത്, ഈ ആൽഫബറ്റുകളൊക്കെ ഒരു പ്രത്യേക സീക്വൻസ്, അപ്പോൾ പ്രത്യേക ഓർഡറിൽ എഴുതി. ആ ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് ഓഫ് ഒബ്ജക്ട്സ്.
സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതൊരു വളരെ എളുപ്പമുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. അതിൽ എന്ത് ചെയ്തു, എ ആദ്യത്തെ, രണ്ടാമത്തെ ബി, മൂന്നാമത്തെ സി. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഒക്കെ എടുക്കുമ്പോൾ ആദ്യത്തെ റോൾ നമ്പർ ആരാണ്? എ വെച്ച് തുടങ്ങുന്ന ഒരാളാണ് ആദ്യത്തെ റോൾ നമ്പർ, അയാൾ ആദ്യത്തെ ആളാണ്. ബി വെച്ച് തുടങ്ങുന്ന അടുത്ത രണ്ടാമത്തെ. അപ്പോൾ ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ എഴുതുന്നതിനെയാണ് ദിസ് ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ്. ഫൈനൈറ്റ് സീക്വൻസുകൾ കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, പക്ഷേ ജസ്റ്റ് ഒരു ഐഡിയ ഞാൻ തന്നു എന്ന് മാത്രം. ആദ്യത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാൻ സാധിക്കുക. അങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ്, അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് ഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ AN ഫ്രം N = 1 to 26, 1 മുതൽ 26 വരെയാണ്. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൽഫബറ്റ്, ദാറ്റ് ഈസ് A. അങ്ങനെ അറേഞ്ച് ചെയ്തു. അതാണ് ഒരു സീക്വൻസ്. ദിസ് ഇസ് എ ഫൈനൈറ്റ് സീക്വൻസ്. നമുക്കിനി ഒരു അടുത്ത കുറച്ചും കൂടെ ജനറൽ എക്സാമ്പിളിലേക്ക് പോവാം. കൺസിഡർ ദ നമ്പേഴ്സ് 2, 4, 6, 8, 10, 12, etc. 2, 4 ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒക്കെ ഈവൺ നമ്പറുകളാണ്. അപ്പോൾ ഇതൊരു സീക്വൻസിലാണ് എഴുതിയിട്ടുള്ളത്. എന്തായിരിക്കും ആ സീക്വൻസ്? എങ്ങനെയാണ് നമുക്ക് ഈ രൂപത്തിലേക്ക് ആക്കാൻ സാധിക്കുക, ഒരു സീക്വൻസിൻ്റെ രൂപത്തിലേക്ക് ആക്കാൻ സാധിക്കുക? അത് ആദ്യത്തെ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് 4 ആണ്, മൂന്നാമത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം 1 is mapped to 2. The first element is 2, second element is 4, third element is 6, fourth element is 8. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇതാണ് AN എന്ന് പറയുന്നത്. A1 ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 ആണ്. അതായത് 2 × 1. A1 = 2 × 1, 2. A2 is 2 × 2. AN = 2n ആണ് നമ്മുടെ ജനറൽ റൂള്, അല്ലെങ്കിൽ AN = f(n) = 2n ആണ് നമ്മുടെ ജനറൽ റൂള്. അപ്പോൾ A1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 × 1, ദാറ്റ് ഈസ് 2. 1 is mapped to 2. 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ, 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ എലമെൻ്റ് ആണ്. അതായത് 2 is mapped to 4, സെക്കൻഡ്. അപ്പോൾ അതിൻ്റെ റൂൾ എന്താ വരുന്നത്? A2 is 2 × 2, that is 4. 2 is mapped to 4. A3 എന്ന് പറഞ്ഞാൽ 2 × 3. A3 is 2 × 3. 3 is mapped to 6, അല്ലെങ്കിൽ 6 is mapped, തിരിച്ചും പറയാം. 2 is mapped to 1, രണ്ടാമത്തെ. 2 എന്ന് പറയുന്നത് ആദ്യത്തെ, 4 എന്ന് പറയുന്നത് രണ്ടാമത്തെ, 6 എന്ന് പറയുന്നത് മൂന്നാമത്തെ, 8 എന്ന് പറയുന്നത് നാലാമത്തെ. അപ്പോൾ AN = 2n. അപ്പോൾ AN = f(n) = 2n. നമുക്ക് ഈ ഒരു റൂൾ വെച്ചിട്ട് ഒരു സീക്വൻസ് കിട്ടുകയാണ്. അപ്പം നമ്മൾ സാധാരണ നിലയ്ക്ക് ഈ സീക്വൻസിനെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ എഴുതിയ പോലെ, ഇത് ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് ആയിട്ടുള്ളത് നമുക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷേ ഇത് ഫൈനൈറ്റ് അല്ലാത്തതുകൊണ്ട് എത്ര വരെ നമുക്ക് പോകാൻ സാധിക്കും? ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് മുഴുവൻ എഴുതാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു ഷോർട്ട് ഫോം ആയിട്ട് ഈ സീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഷോർട്ട് ഫോമിലാണ് സീക്വൻസ് AN അല്ലെങ്കിൽ സീക്വൻസ് AN. രണ്ടും പറയാറുണ്ട്. സീക്വൻസ് AN = സീക്വൻസ് 2n, അല്ലെങ്കിൽ കേർലി ബ്രാക്കറ്റിൽ സീക്വൻസ് AN where n = 1 to infinity = 2n. വേണമെങ്കിൽ ഇവിടെയും കേർലി ബ്രാക്കറ്റ് കൊടുക്കാം. 2n എന്ന് പറയുന്നത് കേർലി ബ്രാക്കറ്റിൽ 2n, സീക്വൻസ് 2n എന്ന് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം A1 ഫസ്റ്റ് എലമെൻറ്റ് is 2 × 1, that is 2. സെക്കൻഡ് എലമെൻറ്റ് is 2 × 2, that is 4, 6, 8. അങ്ങനെ അഡീഷനോ സബ്ട്രാക്ഷൻ ഒന്നുമില്ല. വെറുതെ കോമ ഇട്ടിട്ട് ആദ്യത്തെ എലമെൻറ്റ് 2 ആണ്, രണ്ടാമത്തെ എലമെൻറ്റ് 4 ആണ്. 4 എന്നുള്ളത് എങ്ങനെയാണ് കിട്ടിയത്? 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളത്. ഈ റൂൾ വെച്ചിട്ടാണ് രണ്ടാമത്തെ എലമെൻറ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ എലമെൻറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? A3, ദാറ്റ് ഈസ് എ തേർഡ് എലമെൻറ്റ്. എന്ത് വേണം? 2 × 3 ചെയ്യണം. അങ്ങനെ അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്തായി? നമുക്കൊരൊറ്റ വാചകത്തിൽ ഈ ഹോൾ സീക്വൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിച്ചു. അതായത് AN = 2n where n = 1 to infinity. അപ്പോൾ 2, 4, 6, 8, 10, 12 എത്ര വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇവിടുത്തെ പോലെയാണെങ്കിൽ ഇത് ഫൈനൈറ്റ് ആയതുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് അതിനെ അവസാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു റൂളിലാണ് നമ്മൾ. അപ്പോൾ സീക്വൻസ് AN = സീക്വൻസ് 2n ഓർ സീക്വൻസ് AN where n = 1 to infinity സീക്വൻസ് 2n where n = 1 to infinity. ഇങ്ങനെയൊക്കെ ഈ രണ്ട് നൊട്ടേഷൻസും, മെയിനായിട്ട് ഈ രണ്ട് നൊട്ടേഷൻസ് ആണ് നമ്മുടെ ബുക്കിലും പലരും ഉപയോഗിക്കാൻ എളുപ്പം. ഈ രണ്ട് നൊട്ടേഷൻസ്, വേറെ നൊട്ടേഷൻസ് ഉണ്ട്, വേറെ തരം ബ്രാക്കറ്റൊക്കെ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് ചില ബുക്കുകളിലൊക്കെ. പക്ഷേ ഇത് the first one is a finite sequence. ഫൈനൈറ്റ് സീക്വൻസ് കൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഈ സീക്വൻസ് ഇൻഫിനിറ്റ് സീക്വൻസുകളാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടും എല്ലാം. സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഉദ്ദേശിക്കുന്നത് ഇൻഫിനിറ്റ് സീക്വൻസുകളാണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ളതല്ല അങ്ങനത്തെ സീക്വൻസുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് 2 small examples of general examples of sequences. അപ്പോൾ നമുക്കിനി ഡെഫിനിഷനിലേക്ക് കിടക്കാം. In both above examples we have associated a natural number with each element of a set. Then we get a structure called a sequence. അപ്പോൾ ഓരോ ഇതിലത്തെ ഈ സെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്തത്? ഓരോ നാച്ചുറൽ നമ്പറിനെയും നമ്മൾ
ഈ സെറ്റിലത്തെ ഒരു എലമെൻ്റ് ആയിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തു. എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തത്? ക്യാപിറ്റൽ എ ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നാച്ചുറൽ നമ്പർ 1. അപ്പോൾ ഇവിടെ എങ്ങനെയാണെങ്കിൽ 2 ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ നാച്ചുറൽ നമ്പർ 1. ഏത് അസോസിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ പ്രത്യേകിച്ച് റൂളൊന്നും പറയാൻ പറ്റില്ല, നമ്മൾ ഡിസ്ക്രീറ്റ് ആയിട്ട് എഴുതിപ്പോയതാണ്. ഇവിടെ എങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നത്? an = 2n. അപ്പോൾ 1 അതിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 2 × 1. അപ്പോൾ ഈ സെറ്റിലത്തെ എലമെൻറ്റുകളൊക്കെ നമ്മൾ എന്താ, ഇതാണ് ആദ്യത്തെ എലമെൻറ്റ്, ഇതാണ് രണ്ടാമത്തെ എലമെൻറ്റ്, അത് കിട്ടുന്നത് 2 × 2 വെച്ചിട്ടാണ്. ഇതാണ് മൂന്നാമത്തെ എലമെൻറ്റ് 2 × 3, ഇതാണ് നാലാമത്തെ എലമെൻറ്റ് 2 × 4. അപ്പോൾ ഈ സെറ്റിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ ഒരു നാച്ചുറൽ നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യാണ്. We have associated a natural number with each element of the set, and the structure so obtained is called a sequence. വേഗമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഡെഫിനിഷൻ ഇതാണ്: a sequence of real numbers is a function whose domain is a set of all natural numbers. അവിടുത്തെ പോലെ n 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടി, 2 എന്ന് പറയുന്ന എലമെൻറ്റ് കിട്ടി. whose domain is a set of all natural numbers and the range is a subset of real numbers. സാധാരണ ഇത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്ന റിയൽ സീക്വൻസുകളാണ്, അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ ഫൈനൈറ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇൻഫിനിറ്റ് സീക്വൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈസ് എ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഡൊമൈൻ ഇസ് എ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ദ റേഞ്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. 2 4 6 8 എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. Subset of real numbers. It is usually called a real sequence or sequence of റിയൽ നമ്പേഴ്സ്, രണ്ടും പറയാറുണ്ട്. അപ്പോൾ ഈ ഡെഫിനിഷൻ കൂടുതലായിട്ട് ഡിഫൈൻ എന്ന് പറഞ്ഞൊന്നും ചോദിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, എന്താണ് സീക്വൻസ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഡിഫൈൻ എ സീക്വൻസ് അങ്ങനെ വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ. നമുക്കതല്ല ആവശ്യം. നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു ഐഡിയ മനസ്സിലാക്കലാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഒരു സെറ്റിലത്തെ എലമെൻറ്റ് ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് റിയൽ നമ്പറുകളായിരിക്കാം, ഇതേപോലെ ആൽഫബറ്റുകളായിരിക്കാം. മെയിനായിട്ട് റിയൽ നമ്പറുകളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഹയർ ക്ലാസ്സുകളാകുമ്പോൾ കോംപ്ലക്സ് നമ്പറിൻ്റെ സീക്വൻസ് ഒക്കെ വരും, ഫംഗ്ഷൻ്റെ സീക്വൻസ് വരും, അത് നിങ്ങൾക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ഓരോ എലമെൻറ്റിനും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എലമെൻറ്റ് ഇത്, സെക്കൻഡ് എലമെൻറ്റ് ഇത്, തേർഡ് എലമെൻറ്റ് ഇത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നാച്ചുറൽ ഫസ്റ്റ് എലമെൻറ്റ് ഇസ് ദാറ്റ് എലമെൻറ്റ് വിച്ച് ഇസ് മാപ്ഡ് ടു 1. ഫസ്റ്റ് എലമെൻറ്റ് A, that is mapped to 1. ഫസ്റ്റ് എലമെൻറ്റ് ഇസ് 2, that is mapped to 1. അപ്പോൾ ഫസ്റ്റ് 1 എന്ന നാച്ചുറൽ നമ്പറായിട്ട് മാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ 1 is mapped to that particular element, first element. 1 is mapped to that particular element. 1 is mapped to A. 2 is mapped to the second element. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് set of all natural numbers ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ആയിരിക്കും. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് ടിപ്പിക്കൽ എക്സാമ്പിളാണ്. അങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ അറിഞ്ഞില്ലെങ്കിൽ ഈ ഐഡിയ മനസ്സിലിരുന്നോട്ടെ. നമുക്ക് 2-3 ചെറിയ എക്സാമ്പിളും കൂടെ പറയാം. സീക്വൻസ് an = 1/n. സീക്വൻസ് ഇതൊരു റൂളാണ്, കണ്ടില്ലേ? an എന്ന് പറയുന്ന സീക്വൻസ് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത്? ബൈ ദിസ് റൂൾ. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ fn എന്ന് പറയുന്നത് an = fn ആണ്. fn നമ്മൾ പലപ്പോഴും ഒമിറ്റ് ചെയ്യും, കാരണം കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട്. അപ്പോൾ an = 1/n എന്ന് പറയുമ്പോൾ a1 ഫസ്റ്റ് എലമെൻറ്റ് ഇസ് 1/1, that is 1. a2 that is the second element. a2 എന്ന് പറഞ്ഞാൽ 1/2, that is the 1/2. a3 1/3. ഫോർത്ത് എലമെൻറ്റ് a4 1/4. അപ്പോൾ 1, 1/2, 1/3, 1/4 എക്സെട്ര. ഇത് അടുത്ത സീക്വൻസ് ആണ്. ഇതൊരു പ്രത്യേക സീക്വൻസ് ആണ്. an = n+1 if n is odd and n-1 if n is even. an = n+1 if n is odd and n-1 if n is even. അപ്പോൾ what will be our a1? 1 odd ആണ്. a1 ആകുമ്പോൾ എന്താ വരിക? 1+1. അപ്പോൾ 1 എന്ന് പറയുന്നത് 1+1ലേക്കാണ്, that is 2. a2 സെക്കൻഡ് എലമെൻറ്റ്. a2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് എലമെൻറ്റ് എന്താ വരുന്നത്? 2 ഓഡ് അല്ല ഈവൺ ആണ്. അപ്പോൾ n ഈവൺ ആകുമ്പോൾ n-1 ആണ്. അപ്പോൾ 2 എന്ന് പറയുന്നത് 2 - 1, that is 1. 3 ഓഡ് ആണ്. n ഓഡ് ആകുമ്പോൾ n+1ലേക്കാണ്. അപ്പം തേർഡ് എലമെൻറ്റ് ഇസ് അവർ 3+1, that is 4. ഫോർത്ത് എലമെൻറ്റ് 4 ഈവൺ ആണ്. അപ്പോൾ n-1ലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ 4 - 1, that is 3. 5 6ലേക്ക്, 6 5ലേക്ക്, 7 8ലേക്ക്, 8 7ലേക്ക്, 9 8ലേക്ക്, 10 9ലേക്ക്. അപ്പോൾ ഈ റൂൾ വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു 2 1 4 3 6 ഇങ്ങനൊരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. എഗെയിൻ ദിസ് ഇസ് എ സീക്വൻസ്. ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് എന്ന് പറയുമ്പോൾ 1+1. അതാണ് നമ്മുടെ റൂള്. 1+1 n+1 1+1, that is 2. സെക്കൻഡ് എലമെൻറ്റ് 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് 2 എന്ന് പറയുന്നത് ഈവൺ ആകുമ്പോൾ n-1 ആകുമ്പോൾ 2 - 1, that is 1.
അങ്ങനെ പോകുന്നു. അപ്പോൾ ഇതാണ് അടുത്ത സീക്വൻസ്. ഇനി ഇതൊരു പ്രത്യേകതരം സീക്വൻസ് ആണ്, വളരെ രസകരമായിട്ടുള്ളൊരു സീക്വൻസ് ആണ്. ഫിബോനാച്ചി സീക്വൻസ് അല്ലെങ്കിൽ ഫിബോനാച്ചി സീക്വൻസ്, ഫിബോനാക്കി സീക്വൻസ് പല രീതിയിൽ പറയാറുണ്ട്. ഫിബോനാച്ചി എന്നാണ് അധികം പറഞ്ഞു കേൾക്കാറ്. പക്ഷേ ഞാൻ സാധാരണ നിലയ്ക്ക് ഫിബോനാസി, ഒരു രസം എനിക്കതാണ് തോന്നുന്നത്, ഫിബോനാസി സീക്വൻസ് എന്ന് പറയുന്ന സംഭവമാണ്. ആ ഫിബോനാസി സീക്വൻസിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 1 1 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് എലമെൻറ്റും ഫസ്റ്റ് A1 is 1, A2 is again 1. മൂന്നാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾ നോക്കി അറിയാം. Fn+1 is An-1 അല്ലെങ്കിൽ An+1 ആകാം. ഇനി എയും എഫും കൂടെ കൺഫ്യൂഷൻ വരണ്ട. An+1 is An-1 plus An+1. അതെങ്ങനെയാണ് വരിക? An-1 An+1 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ An+1 എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ്? An-1 plus An. തൊട്ട് മുന്നത്തെ രണ്ട് ടേമുകളുടെ സമ്മാണ്. An+1 is An-1 plus An. ഇത് പ്ലസ് ഇത്. അപ്പോൾ A1ഉം A2യും നമുക്ക് തന്നിട്ടുണ്ട്. A1ഉം A2യും തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ A3 എന്തായിരിക്കും? തൊട്ട് മുന്നത്തെ രണ്ട് ടേമുകളുടെ സമ്മ്. അപ്പോൾ A1 plus A2. അപ്പോൾ 1 1. മൂന്നാമത്തെ ടേം ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളത് 2. നാലാമത്തെ ടേം എന്താ വരിക? നാലാമത്തെ ടേം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ടേം രണ്ടാമത്തെയും മൂന്നാമത്തെയും കൂടെ കൂട്ടിയിട്ടുള്ളതാണ്. അതാ N+1. ഈ ഇവിടെ 4 ആണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളത് വേണം. 2 3 A2 ആൻഡ് A3 കൂട്ടിയിട്ടുള്ളത് വേണം. അപ്പോൾ നോക്കൂ, 1 plus 2 that is 3. അടുത്ത ടേം എന്താ വരിക? ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് അടുത്ത ടേം. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് അടുത്ത ടേം. നോക്കൂ, 2 plus 3 that is 5. 3 plus 5 that is 8. അടുത്ത ടേം എന്താ വരിക? 5 plus 8 that is 13. 8 plus 13 that is 21. അടുത്ത ടേം വരുന്നത് എന്തായിരിക്കും? 13 plus 21. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളതാണ് അടുത്ത ടേം വരിക. എന്താ വരുന്നത്? 34 ആയിരിക്കും. 13 plus 21 എന്ന് പറയുന്നത് 34 ആയിരിക്കും. അങ്ങനെ പോകുന്ന സീക്വൻസിനാണ് ഫിബോനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ ഒരു കഥ പറഞ്ഞു കേൾക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയലുകളുടെ പ്രജനനത്തിൻ്റെ ഒരു അളവാണെന്നാണ് പറയുന്നത്. മൊയലുകൾ ഇങ്ങനെയാണ് വലുതായി മീൻസ് പ്രസവിച്ച് പോകുക എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. ഒരു ഐലൻഡിൽ ഒരു ആൺമൊയിലും ഒരു പെൺമൊയിലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കൂ. അത് പിന്നെ ഭാവിയിൽ കുറച്ച് കൊല്ലങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ എണ്ണം വർദ്ധിച്ചു വരുന്നത്, പ്രജനനം വരുന്നത് അല്ലെങ്കിൽ പ്രസവം വരുന്നത്, പ്രസവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പ്രത്യേക ഓർഡറിലായിരിക്കും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ളതൊന്നുമില്ല, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ വേറൊരു കേസ് പറഞ്ഞിട്ടുള്ളത് ഈ രീതിയിലായിരിക്കും സൺഫ്ലവറിൻ്റെ ഉള്ളിലത്തെ ആ പെറ്റലുകൾ, ഉള്ളിലത്തെ ആ ഒരു സൺഫ്ലവറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ പല വട്ടം ചെറിയ ഇതളുകൾ കാണാം ഉള്ളിൽ. അത് ഈ പ്രത്യേക ഓർഡറിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞു കേൾക്കാം. നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ആണ് ഫിബോനാച്ചി. അങ്ങനെയാണ് ഫിബോനാച്ചി സീക്വൻസ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണെന്നൊക്കെ പറയപ്പെടുന്നു. എനിവേ യു ക്യാൻ വെരിഫൈ. താല്പര്യമുള്ളവർക്ക് വെരിഫൈ നോക്കാം. നമ്മുടെ വിഷയം അതല്ല. ഞാനത് നമുക്ക് അറിയുന്നൊരു കാര്യം, ഞാൻ ജസ്റ്റ് വായിച്ചറിഞ്ഞൊരു കാര്യം, എവിടെയോ വായിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ സീക്വൻസിൻ്റെ എക്സാമ്പിളുകളാണ്. ഓർക്കുക, ഫൈനൈറ്റ് സീക്വൻസുകളെക്കുറിച്ച് നമ്മൾ ഇതൊക്കെയാണ് ഫൈനൈറ്റ് സീക്വൻസ്. അത് നമ്മൾ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ഇൻഫിനിറ്റ് സീക്വൻസ്, ഈ തരത്തിലുള്ള സീക്വൻസുകളെയാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഇങ്ങനത്തെ AN = 1 to infinity, N = 1 to infinity, ചിലപ്പോൾ N = 0 to infinity, അത് സ്പെഷ്യൽ കേസുകളായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനപ്പോൾ പറയാം. തൽക്കാലത്തിന് AN = N = 1 to infinity മുതൽ അങ്ങനെയുള്ള സീക്വൻസുകളാണ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ സീക്വൻസുകളായിട്ട് കണക്കാക്കുന്നത്. ഇൻഫിനിറ്റ് സീക്വൻസുകളായിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് ദ ബേസിക് ഡെഫിനേഷൻ ഓഫ് സീക്വൻസ്. ഇനി അപ്പോൾ ഒരിക്കൽ സീക്വൻസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് പറയുന്നത് ഈ സീക്വൻസിൻ്റെ പ്രത്യേകതകളാണ്. സീക്വൻസിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ സീക്വൻസ് ഇപ്പം നോക്കിയാൽ അറിയാം. അങ്ങനെ കുറേ നമ്പറുകൾ എഴുതിയിരിക്കുകയാണ്. ഇത് എവിടേക്കാണ്, എങ്ങോട്ടാണ് പോകുന്നത്? ഇതിവിടെ 1 1 2 3 5 8 13 21 അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര വരെ പോകും നിങ്ങൾക്ക് ഇത് നോക്കിയാൽ അറിയാം. ദാറ്റ് ഗോസ് അപ്പ് ടു ഇൻഫിനിറ്റി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എല്ലാ സീക്വൻസും അങ്ങനെയാണോ? എല്ലാ സീക്വൻസും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം. 2 1 4 3 6 5 8 ഇതിൻ്റെ അവസ്ഥ എന്താണ്? അത് ഇൻഫിനിറ്റി വരെ പോകുമോ? അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. എവിടെയാണ് ഈ ഒരു സീക്വൻസ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടം വരെ എവിടെയാണ് ഇത് അവസാനിക്കുക? പെട്ടെന്ന് എങ്ങനെ അവസാനിക്കുമോ അതോ അവസാനിക്കാതിരിക്കുമോ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ AN = -1n എന്ന് പറഞ്ഞൊരു സംഭവം. N = 1 to infinity എന്ന് വിചാരിക്കും. N = 1 to infinity AN. അപ്പോൾ N = 1 to N = infinity. അപ്പോൾ എന്താ വരുന്നത്? -1 അതാണ് ആദ്യത്തെ ടേം വരിക. -1² എന്ന് പറയുമ്പോൾ 1 വരും. -1³ A3 എന്ന് പറയും. ദിസ് ഇസ് A1, ദിസ് ഇസ് A2. A3 എന്ന് പറയുമ്പോൾ അഗെയിൻ -1 1 -1 1 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ വരെ, എങ്ങനെയാണ് അത് പോകുക? എവിടേക്കാണ് ഈ സീക്വൻസ് പോകുന്നത്? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. -1 1 -1 1 1 -1 -1 -1 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതൊരു പ്രത്യേക നമ്പറിലേക്ക് ഈ സംഭവം പോകുന്നുണ്ടോ, അല്ലെങ്കിൽ സീക്വൻസുകൾ എപ്പോഴാണ് ഒരു പ്രത്യേക നമ്പറിലേക്ക് പോകുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത്. ലിമിറ്റ് ഓഫ് സീക്വൻസസ് ആണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്.
നൗ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞതിന് ശേഷം ഡെഫിനിഷനിലേക്ക് പോകാം. എന്നാലേ ഇതൊരു പുതിയൊരു ഐഡിയയാണ്. അത് നിങ്ങൾക്ക് എത്ര ഉണ്ട് നിങ്ങൾക്ക് കുറേ അധികം വായിക്കണം. വളരെ സിമ്പിളാണ് ഐഡിയ, വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഐഡിയ ആണ്. പക്ഷേ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ അത് മനസ്സിലാവുകയുള്ളൂ. നോ ലിമിറ്റ്സ് ഓഫ് സീക്വൻസസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സീക്വൻസുകൾ കുറേ കൂടെ പറഞ്ഞിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത്. ഫിബൊനാച്ചി സീക്വൻസ് ആണെങ്കിലും മറ്റു സീക്വൻസ് ആണ്, ഇത് എന്താ, എവിടെയാണ് ഇതിൻ്റെ അവസാനം, അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കൺസിഡർ എൻ ഈക്വൽ ടു 1/n. 1/n എന്ന് പറയുന്ന സീക്വൻസ് വളരെ ബേസിക്, എളുപ്പമുള്ള, ഏറ്റവും എളുപ്പമുള്ള ഒരു സീക്വൻസ് ആണ് 1/n എന്ന് പറയുന്നത്. 1, 1/2, 1/3, 1/4, 1/5 അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ പോക്ക് കണ്ടാൽ അറിയാം. 1/6, 1/7 എന്താ ചെറുതായിക്കൊണ്ടേയിരിക്കുകയാണ്. 1/8, 1/9, 1/10, 1/10,000, 1/1 lakh, 1/1 crore, 1/100 crore, 1/1000 crore. എന്താ സംഭവിക്കുന്നത്? ചെറുതായി അവസാനം അടയ്ക്കാതെ പോവുക. ആലോചിച്ചറിയാവുന്നതാണ്. The elements of n comes closer and closer to 0. ചെറുതായി എവിടെയും വരെ 0 ആവില്ല, പക്ഷേ 0ൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ കിടന്ന് കളിക്കും. കുറേ കാലം കഴിഞ്ഞാൽ, കുറച്ചങ്ങോട്ട് നീങ്ങി കഴിയുമ്പോൾ 0ൻ്റെ അടുത്ത് വളരെ അടുത്ത് അങ്ങനെ മൈക്രോസ്കോപ്പിക്, നാനോസ്കോപ്പിക്, അത്ര അടുത്ത് ഈ സാധനം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സീക്വൻസ് എവിടേക്ക് പോകുന്നു? എവിടേക്കാണ് അതെല്ലാം കൂടെ ചെന്ന് എത്തിപ്പെടുന്നത്? ഒരു പ്രത്യേക സംഖ്യയുടെ ചുറ്റുവട്ടത്ത് ചെന്ന് എത്തിപ്പെടുകയാണ്. 0 എന്ന് പറയുന്ന പ്രത്യേക സംഖ്യയുടെ ചുറ്റുവട്ടത്ത് ചെന്ന് എത്തിപ്പെടുകയാണ്. അതായത് സീക്വൻസ് an കൺവെർജസ് ടു എ റിയൽ നമ്പർ 0. ഏതൊരാൾക്കും മാത്സ് അറിയാവുന്ന ഏതൊരാൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് എന്താ സംഭവിക്കുക കുറേ കഴിഞ്ഞാൽ എന്നുള്ളത്. ക്രോറുകളും ലാക്ക് ക്രോർസൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുക? 0 ആവില്ല, പക്ഷേ 0ൻ്റെ വളരെ അടുത്തായിരിക്കും ഈ സാധനം കിടക്കുന്നത്. ദാറ്റ് മീൻസ് an കൺവെർജസ് ടു 0. അപ്പോൾ എന്താണ് കൺവെർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെക്നിക്കലി the distance between terms of an and 0, that is mod an minus 0, reduces and finally it almost approaches 0. അതായത് an-ഉം 0 ഇതിലത്തെ ഓരോ ടേമും എന്താ സംഭവിക്കുന്നത്? 0ലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് an-ൻ്റെയും ഈ സീക്വൻസിലെ ഓരോ ടേമിൻ്റെയും 0ൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മോഡ് an മൈനസ് 0, അതിനെ നമ്മൾ d ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? d ഡിസ്റ്റൻസ് എവിടേക്ക് പോകുന്നു? ഡിസ്റ്റൻസ് 0ലേക്ക് വരുന്നു. അതായത് an comes closer and closer to the point to the real number 0. that is an converge. എവിടെ നോക്കൂ, d of distance between a1 and 0, that is d of 1, 0 is 1. ഇതിലത്തെ ആദ്യത്തെ ടേമും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണ്. രണ്ടാമത്തെ ടേമും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 0 തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 മൈനസ് 0, that is 1/2. d of 1/2 0 is 1/2. d of a3 0, മൂന്നാമത്തെ ടേമും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് d of 1/3 0, that is 1/3 മൈനസ് 0, that is 1/3. അപ്പോൾ അടുത്ത d of 1/4, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a4 ആൻഡ് 0, 1/4. d of a5 ആൻഡ് 0, 1/5. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദിസ് സീക്വൻസ് ആൻഡ് 0 റെഡ്യൂസസ് അങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഒബ്സർവേഷനാണ്. നൗ ഫിക്സ് d ഈക്വൽ ടു 1/2. ഡിസ്റ്റൻസ് 1/2 ആയിട്ട് ഞാൻ കണക്കാക്കുകയാണ്. d എന്ന് പറയുന്നത് മോഡ് an മൈനസ് 1/2 ആണെന്ന് വിചാരിക്കും. നൗ d a20 ഈക്വൽ ടു 1/2. d a20 എന്ന് പറഞ്ഞാൽ ഇതാണ്, ദിസ് ഈസ് മൈ a2, 1/2. d ഓഫ് 1/2 ആൻഡ് 0 ഇസ് 1/2. d ഓഫ് a3 മൂന്നാമത്തെ ടേമും 0 നമ്മൾ ഡിസ്റ്റൻസ് 1/3, ദാറ്റ് ഇസ് ലെസ് ദാൻ 1/2. d ഓഫ് a20 ഇസ് 1/2. d ഓഫ് a30 ഇസ് 1/3, ദാറ്റ് ഇസ് ലെസ് ദാൻ 1/2. d ഓഫ് a40 ഇസ് 1/4, ലെസ് ദാൻ 1/2. അപ്പോൾ ഇതൊന്നൊരു പാറ്റേൺ നോക്കി അറിയാം. d ഓഫ് an0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇവിടെ നോക്കൂ, d ഓഫ് an0, d ഓഫ് a20 ഈക്വൽ ടു 1/2 ആണ്. d ഓഫ് a30 ഈക്വൽ ടു 1/3, ദാറ്റ് ഇസ് ലെസ് ദാൻ 1/2. അപ്പോൾ അതേപോലെ d ഓഫ് a40 ഈക്വൽ ടു 1/4. a40 ഇതാണ് ഫോർത്ത് ടേം, a40 ദാറ്റ് ഇസ് ഈക്വൽ ടു 1/4, ദാറ്റ് ഇസ് അഗൈൻ ലെസ് ദാൻ 1/2. ഇൻ ജനറൽ d ഓഫ് an0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. ഇവിടെ നോക്കൂ, a2, a3, a4 ഒക്കെ വരുമ്പോൾ എന്താണ്? d ഓഫ് an0 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2ൽ n 2 അതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഓഫ് ദ സീക്വൻസ് ആൻഡ് 0 ഈസ് ബിക്കമിങ് ലെസ് ദാൻ 1/2. d ഓഫ് an0 ലെസ് ദാൻ 1/2 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2. നോക്കിയാൽ അറിയാം, ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2, n ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ 3. d ഓഫ് an0, d ഓഫ് a30 എന്താണ്? 1/3 ആണ്, ദാറ്റ് ഇസ് ലെസ് ദാൻ 1/2. n ഗ്രേറ്റർ ദാൻ 2 ആണ്. ഇനി n ഗ്രേറ്റർ ദാൻ 2 4 ആണ്. അപ്പോൾ d ഓഫ് a40 ദാറ്റ് ഇസ് 1/4, ദാറ്റ് ഇസ് ലെസ് ദാൻ 1/2. d ഓഫ് a40 ഇസ് ലെസ് ദാൻ 1/2. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ 2
For all n greater than 2, d of an 0 is less than 1/2. n 2ൽ കൂടുതൽ എടുക്കുമ്പോൾ n എന്ന് പറയുന്ന അതായത് സെക്കൻഡ് ടേമിന് ശേഷം n 2 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ടേമാണ്. സെക്കൻഡ് ടേമിന് ശേഷം മറ്റ് എല്ലാ സെക്കൻഡ് ടേം തേർഡ് ടേം മുതലുള്ള എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം 0 ഈസ് ലെസ് ദാൻ 1/2. ഇനി സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. എനിക്ക് എല്ലാ ടേമുകളുടെ ഡിസ്റ്റൻസ് 1/5 കുറവെടുക്കണം എന്ന് വിചാരിക്കുക. സീക്വൻസിലെ ടേമുകളും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/5 കുറവെടുക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കൂ. d of a5 0 equal to 1/5. d of a6 0 equal to 1/6, that is less than 1/5. d of a7 0 equal to 1/7 less than 1/5. അപ്പോൾ a6 മുതലുള്ള എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം 0 a6 മുതലുള്ള d of a6 0 is 1/6 less than 1/5 ആണ്. d of a7 0 is 1/7, that is less than 1/5. a6ൻ്റെ ഡിസ്റ്റൻസ് ഫ്രം 0 is less than 1/5. a7ൻ്റെ ഡിസ്റ്റൻസ് ഫ്രം 0 is less than 1/5. അപ്പോൾ a6 a7 a8 a9 അങ്ങനെയുള്ള എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം 0 is less than 1/5. അല്ലെങ്കിൽ d of an 0 less than 1/5 for all n greater than 5. നോക്കൂ, d of a6 0 equal to 1/6 less than 1/5. d of an 0 less than 1/5. d of an 0 less than 1/5 for all n greater than 5. d of a7 0 equal to 1/7 less than 1/5. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. d of an 0 less than 1/5. d of a7 0 less than 1/5 for all n greater than 5. അപ്പോൾ എനിക്കിപ്പോൾ സീക്വൻസിലത്തെ ടേമുകളും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/5 കുറവ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്തെടുത്താൽ മതി? n എന്ന് പറയുന്നത് 5ൽ കൂടുതൽ എടുത്താൽ മതി. അഞ്ചാമത്തെ ടേമിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അഞ്ചാമത്തെ ടേമിന് ശേഷം ഈ സീക്വൻസിലെ സംഖ്യകളുടെ ഡിസ്റ്റൻസ് ഫ്രം 0 ബിക്കംസ് ലെസ് ദാൻ 1/5. ഓക്കെ, അപ്പോൾ ലെസ് ദാൻ 1/2 ആക്കണമെങ്കിൽ എന്ത് വേണം? മൂന്നാമത്തെ ടേം മുതൽ നോക്കിയാൽ മതി. ഫോർ ഓൾ n greater than 2, d of an 0 is less than 1/2. For all n greater than 5, or d of an 0 less than 1/5 for all n greater than 5. അപ്പോൾ 1/5 കുറവ് ഡിസ്റ്റൻസ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a6 മുതലുള്ള ടേമുകൾ 1/5 ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ a6 a7 എക്സെട്ര അതെല്ലാം തന്നെ 1/5 കുറവായിരിക്കും. ഇനി 1/6 കുറവാണെന്നുണ്ടെങ്കിലോ, ഇനി 1/100 കുറവാണെന്നുണ്ടെങ്കിലോ, if I have to make the distance between the terms in the sequence an and 0 less than 1/100 എന്ത് ചെയ്താൽ മതി? 101ാമത്തെ ടേം മുതൽ എടുത്താൽ മതി. 101ാമത്തെ ടേം മുതൽ, അതായത് 1/101 മുതൽ ഉള്ള ടേമുകൾക്കൊക്കെ 0യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/100 ആയിരിക്കും. 1/101ൻ്റെ ഡിസ്റ്റൻസ് എന്താ വരിക? ഇങ്ങനെ പോയി 1/100 1/101 അങ്ങനെ വരും. അപ്പോൾ 1/100 ഡിസ്റ്റൻസ് 1/100 ആണ് വരുന്നത്. 1/101 എന്ന് പറയുന്ന a101ൻ്റെ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 1/101, that is less than 1/100. അപ്പോൾ 100ന് മീതെ എടുത്തു കഴിഞ്ഞാൽ an-ഉം 0യും തമ്മിൽ 100ാമത്തെ ടേമിന് ശേഷം വരുന്ന ടേമുകൾക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ an and 0 is less than 1/100. അപ്പോൾ നമ്മൾ ഡെഫിനേഷൻ ചെയ്യാൻ പറഞ്ഞല്ലോ, പുതിയൊരു കോൺസെപ്റ്റാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തത് എന്താണ്? എനിക്ക് 0യും ഈ പറഞ്ഞ സീക്വൻസിലെ ടേമുകളുടെയും ഡിസ്റ്റൻസ് എത്ര വേണമെങ്കിൽ ചെറുതാക്കാൻ സാധിക്കും. എന്ത് മാത്രം ചെയ്താൽ മതി? n കൂട്ടിയെടുത്താൽ മതി. 1/2 ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n greater than 2 എടുത്താൽ മതി. 1/5 ചെറുതാക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ an and 0 1/5 ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n greater than 5 എടുത്താൽ മതി. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ an and 0 1/100 താഴെ വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? n 100ന് മീതെ എടുത്താൽ മതി. 101 മുതൽ n എടുത്താൽ മതി. അപ്പോൾ 101 മുതലുള്ള 101 മുതലുള്ള ടേമുകളുടെ ഡിസ്റ്റൻസ് ഒക്കെ ലെസ് ദാൻ 1/100 ആണ്. അപ്പോൾ എനിക്ക് എത്ര വേണമെങ്കിൽ ഈ സീക്വൻസിലെ ടേമുകളും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് എത്ര വേണമെങ്കിൽ ചെറുതാക്കി കൊണ്ടുവരാൻ സാധിക്കും? ബൈ ചൂസിങ് സഫീഷ്യൻ്റ്ലി ലാർജ് n. 1/2ൽ കുറവ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a3 a4 a3 മുതലുള്ള ടേമുകൾ കണക്കാക്കിയാൽ മതി. 1/5ൽ കുറവ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? a6 മുതലുള്ള n greater than 5 a6 മുതലുള്ള ടേമുകളിലൊക്കെ ഡിസ്റ്റൻസ് എന്താണ്? 1/5ൽ കുറവാണ്. അതേപോലെ തന്നെ എത്ര വേണമെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കാം? ഈ സീക്വൻസിലെ ടേമും 0യും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ബൈ ടേക്കിംഗ് n സഫീഷ്യൻ്റ്ലി ലാർജ്. അതാണ് ഞാൻ ഈ പറഞ്ഞത് an comes and closer to 0.
അപ്പോൾ നമ്മൾ ചെറിയൊരു ഐഡിയ എനിക്ക് പറയാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പുതിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയാലേ അത് ധാരാളം വായിക്കണം, എന്നാലേ അത് ഐഡിയ പിടികിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എ എൻ ഇസ് സെറ്റ് ടു ഹാവ് എ ലിമിറ്റ് എൽ ഓർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എ എൻ ഈക്വൽ ടു എൽ ഇഫ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. ഈ എക്സാമ്പിൾ വെച്ച് നോക്കുക. എ എൻ ഈക്വൽ ടു 1/n ആണെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു 1/2 വരുമ്പോൾ എൻ ഈക്വൽ ടു 2 ശേഷമുള്ള വരുന്ന ടേമുകളിലേക്ക് ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/2 ആണ്. എപ്സിലോൺ ഈക്വൽ 1/5 ആണെങ്കിൽ എൻ ഈക്വൽ ടു 5 A5 ശേഷമുള്ള ടേമുകളിലേക്ക് ഡിസ്റ്റൻസ് 1/5 കുറവാണ്. അപ്പോൾ എ എന്നും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു എപ്സിലോൺ തന്നു കഴിഞ്ഞാൽ എനിക്ക് എ എന്നും എല്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ സാധിക്കും. എങ്ങനെ ആക്കാൻ സാധിക്കും? ബൈ ചൂസിങ് എൻ ഗ്രേറ്റർ ദാൻ ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് ഇൻറ്റിജർ എൻ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡ് എ എൻ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ എൻ. ആ എന്നിന് ശേഷം വരുന്ന എല്ലാ ടേമുകളും, ഇപ്പോൾ എ എൻ പ്ലസ് 1 മുതൽ ക്യാപിറ്റൽ എ എൻ അല്ലെങ്കിൽ എ ക്യാപിറ്റൽ എൻ പ്ലസ് 1 എ എൻ പ്ലസ് 1 മുതലുള്ള എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം എൽ വിൽ ബി ലെസ് ദാൻ എപ്സിലോൺ. ഇത് ഇവിടുത്തെ പോലെ A3 മുതലുള്ള എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം 0 ഇസ് ലെസ് ദാൻ 1/2. A6 മുതലുള്ള എല്ലാ ടേമുകളും അല്ലെങ്കിൽ A5 ശേഷം വരുന്ന n ഗ്രേറ്റർ ദാൻ 5 A5 ശേഷം വരുന്ന എല്ലാ ടേമുകളുടെയും ഡിസ്റ്റൻസ് ഫ്രം 0 ഇസ് ലെസ് ദാൻ 1/5. A6ൻ്റെ ലെസ് ദാൻ 1/5 ആണ്. A7ൻ്റെ ലെസ് ദാൻ 1/5 ആണ്. അപ്പോൾ അത് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഗിവൺ ആൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ക്യാൻ ഫൈൻഡ് ആൻ ഇൻറ്റിജർ n. ഇവിടെ 1/2 ആകുമ്പോൾ n is 2, 1/5 ആകുമ്പോൾ n is 5. അപ്പോൾ there exists an integer capital N greater than 0 such that mod an minus l less than epsilon for all n greater than n. Example, typical example വെച്ച് നോക്കുക. Then we say that an converges to l. The an converges to l or l is the limit of the sequence an, and if an gets arbitrarily closer and closer to l as n tends to infinity, we write limit n tends to infinity an equal to l. അതിൻ്റെ നൊട്ടേഷൻ ആണ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയുള്ളൂ. ഇത് ഇവിടുത്തെ പോലെ തന്നെയാണ്. എത്ര അടുത്തേക്ക് വേണമെങ്കിൽ, 0ൻ്റെ എത്ര അടുത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ആ സീക്വൻസിലത്തെ ടേമുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. 0ൻ്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ എപ്സിലോൺ എത്ര തന്നെയാണെങ്കിലും ആ എപ്സിലോൺ നെയ്ബർഹുഡിൽ ഈ സീക്വൻസിൽ ഒരുപാട് ടേമുകൾ ഉണ്ടാകും. ഇത് ഇവിടുത്തെ പോലെ 1/2 ആണ് എപ്സിലോൺ എങ്കിൽ, അതായത് നമുക്ക് സീക്വൻസിലെ ടേമിൻ്റെ ഡിസ്റ്റൻസും 0ൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഇൻ ദ സീക്വൻസ് ആൻഡ് 0 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ an ആൻഡ് 0 ഷുഡ് ബി ലെസ് ദാൻ 1/2. എന്ത് ചെയ്താൽ മതി? n ഗ്രേറ്റർ ദാൻ 2 എടുത്താൽ മതി. A3 A4 A5 ഇതിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/2 ആണ്. ഇതെല്ലാം ലെസ് ദാൻ. ഇനി 1/5 കുറവ് വരുത്തണമെങ്കിൽ എന്താണ്? A6 A7 A8 അങ്ങനെയുള്ള ടേംസിൻ്റെ ഒക്കെ ഡിസ്റ്റൻസ് ലെസ് ദാൻ 1/5 ആണ്. അപ്പോൾ 0 ഇവിടുത്തെ കേസാണെങ്കിൽ 0 ആണ്. 0ൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് എത്ര വേണമെങ്കിൽ ചെറുതാക്കാൻ സാധിക്കും ബൈ ചൂസിങ് സഫീഷ്യൻ്റ്ലി ലാർജ് n. ഇവിടെ ആകുമ്പോൾ എല്ലാം ആകുമ്പോൾ mod there exists an integer n greater than 0 says that mod an minus l less than epsilon for all n greater than n. ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കിങ്ങനെ ഒരു ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ സാധിക്കും. n എന്ന് പറയുന്ന ക്യാപിറ്റൽ n എന്ന് പറയുന്ന ഇൻറ്റിജർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന് ശേഷം വരുന്ന anകളെല്ലാം തന്നെ l നിന്ന് എപ്സിലോൺ ഡിസ്റ്റൻസിൽ കുറവായിരിക്കും കിടക്കുന്നുണ്ടാകുക. The distance between an and l will be less than epsilon for all terms an plus 1 an capital an plus 1 an plus 2 etc. ഇത് ഇവിടുത്തെ പോലെ A6 A7 ഒക്കെ ലെസ് ദാൻ 1/5 ആണ് ഡിസ്റ്റൻസ്. അങ്ങനെ ഒരു n കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ we say that the sequence an converges to l and we write limit n tends to infinity an equal to l. So this is the definition of convergence. Definition നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ചില തിയറംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡെഫിനിഷൻ ആവശ്യമുള്ളതാണ്. കുറേ എല്ലാ തിയറങ്ങളിലും ഈ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെഫിനിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി നോക്കുക. നമുക്ക് സീക്വൻസ് എല്ലിലേക്ക് കൺവെർജ് ചെയ്യുകയാണെങ്കിൽ ആ എല്ലിൻ്റെ എത്ര അടുത്ത് വരെ വേണമെങ്കിൽ നമുക്ക് സീക്വൻസിലെ പോയിന്റുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെ എന്ത് ചെയ്താൽ മതി? n സഫീഷ്യൻ്റ്ലി ലാർജ് എടുത്താൽ മതി. എത്ര ക്ലോസർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോയിന്റുകളെ കിട്ടും ബൈ ചൂസിങ് n സഫീഷ്യൻ്റ്ലി ലാർജ്. അപ്പോൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കണം. പുതിയൊരു കോൺസെപ്റ്റാണ്, ലിമിറ്റിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ സീക്വൻസിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഈ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വെച്ചിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിട്ട് അടുത്ത ഹയർ ലെവലിലേക്ക് പോവുക. ഈ ഡെഫിനേഷൻ ഇല്ലാതെ നമുക്ക് ഫർദർ കാര്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തിന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഫർദർ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പ്രോബ്ലംസ് ആണെങ്കിലും തിയറി ആണെങ്കിലും അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. സോ ഐ ആം സ്റ്റോപ്പിംഗ് ഹിയർ. താങ്ക് യു.